നമുക്ക് ചില കണക്കിലെ കളികൾ കൂടി പരിശോധിക്കണം. മുന്നണികൾ നേടിയതും നഷ്ടപ്പെട്ടതും എത്രയാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ വലിയ തിരിച്ചടി ഉണ്ടായത് LDF-നാണെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല എന്നതാണ്. നമുക്കതിന്റെ കണക്കുകളിലേക്ക് പോയാൽ ഇതിൽ ചതുരംഗക്കളത്തിലെ കണക്കുകൾ ഏറെ നിർണായകം തന്നെയാണ്. LDF-നെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ് ഉണ്ടായത് എന്ന കാര്യത്തിൽ തർക്കമില്ല. 99 സീറ്റുകൾ ഉണ്ടായിരുന്നതിൽ നിന്ന് 35ലേക്ക് കൂപ്പുകുത്തുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കാണുന്നത്. അതായത് 64 സീറ്റുകളാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. മറുഭാഗത്ത് UDF ആകട്ടെ വലിയ മുന്നേറ്റം ഉണ്ടാക്കിയിരിക്കുന്നു. 61 സീറ്റുകൾ നേടിയെടുത്തിരിക്കുന്നു. അതിൽ ലീഗിന്റെ ഉൾപ്പെടെ സ്വാധീനം നമ്മൾ കാണണം. ലീഗ് വലിയ സ്ട്രൈക്ക് റേറ്റ് ആണുള്ളത്. 27 സീറ്റിൽ മത്സരിച്ചതിൽ 22 ജയിച്ചു കയറുന്നു. കോൺഗ്രസ് വലിയ മുന്നേറ്റം എല്ലാ ജില്ലകളിലും ഉണ്ടാക്കിയെന്നതാണ്. എറണാകുളത്ത്, ഒപ്പം ഇടുക്കിയിൽ, വയനാട്, മലപ്പുറത്ത് എല്ലായിടത്തും UDF തൂത്തുവാരി. കോഴിക്കോടും കൊല്ലത്തും ഒക്കെ തന്നെ കനലൊരു തരി എന്ന മട്ടിൽ മാത്രമാണ് CPM-ന്റെ നേതാക്കളെ ബാക്കി വെച്ചിരിക്കുന്നത്. ഏതായാലും 61 സീറ്റുകൾ നേടിക്കൊണ്ട് 102 എന്ന മാജിക് നമ്പറിലേക്ക് എത്തി UDF എന്നതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, BJP വീണ്ടും അക്കൗണ്ട് തുറന്നിരിക്കുന്നു എന്നതാണ്. അതിൽ ഞെട്ടിയിരിക്കുകയാണ് UDF ക്യാമ്പും LDF ക്യാമ്പും. എക്സിറ്റ് പോളുകളൊക്കെ പ്രവചിച്ചതുപോലെ തന്നെയാണ് NDA-യുടെ മുന്നേറ്റം ഉണ്ടായിരിക്കുന്നത്. 3 ഇടങ്ങളിലാണ് BJP 0-ൽ നിന്ന് 3 ഉയർത്തിയിരിക്കുന്നു. 1 അല്ല 3 ഉയർത്തിയിരിക്കുന്നതാണ്. നേമത്തും കഴക്കൂട്ടത്തും ഞെട്ടിച്ചുകൊണ്ട് ചാത്തന്നൂരും BJP MLA മാറിയത നിയമസഭയിലേക്ക് എത്തുന്നപ്പോൾ കണക്കുകൾ അങ്ങനെയാണ്. LDF കൂപ്പുകുത്തുമ്പോൾ 64 സീറ്റുകൾ നഷ്ടപ്പെട്ട് 35ലേക്ക് കൂപ്പുകുത്തുമ്പോൾ 61 സീറ്റുകൾ നേടിയെടുത്ത UDF 102ലേക്ക് എത്തുന്നു എന്നാണ്. നമുക്കിനി ജില്ലകളിലേക്ക് പോയാൽ, കാസർകോട്ടേക്ക് ആദ്യം പോയാൽ, കാസർഗോഡ് നോക്കൂ. 2021 LDF-നുണ്ടായിരുന്നത് 3 സീറ്റുകളാണ് എന്നതാണ്. അത് 3 സീറ്റുകളിൽ നിന്ന് 1 മാറുന്നു എന്നതാണ്. 2 സീറ്റുകൾ നഷ്ടപ്പെടുന്നു. ഉദുമയും തൃക്കരിപ്പൂരും നഷ്ടപ്പെടുന്നു എന്നാണ്. UDF 2-ൽ നിന്ന് 4 സീറ്റ് ഉയർത്തുന്നു. അപ്പോൾ കാസർകോട്ടെ ചിത്രം വ്യക്തമാണ്. 2 സീറ്റുകൾ LDF-ന് നഷ്ടപ്പെടുമ്പോൾ 2 പിടിച്ചെടുത്തിരിക്കുന്നു UDF. ഉദുമയും തൃക്കരിപ്പൂരിൽ സന്ദീപ് വാര്യരുടെ ഒക്കെ വിജയം ഏറെ ഞെട്ടിക്കുന്നതായി. കണ്ണൂരിലേക്ക് പോയാൽ നമുക്ക് കണ്ണൂരിൽ LDF-ന് 9 സീറ്റാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ കഴിഞ്ഞ 2021. അത് 6 3 നഷ്ടപ്പെട്ടു. UDF ആ 3 നേടിയെടുക്കുകയും ചെയ്തിട്ടുണ്ട്. തളിപ്പറമ്പിലും പയ്യന്നൂരിലും ഉൾപ്പെടെ ഞെട്ടിക്കുന്ന തോൽവിയാണ് അവിടെ LDF-നുണ്ടായിരിക്കുന്നത്. വയനാട്ടിലേക്ക് നമുക്ക് പോകാം. വയനാട്ടിൽ ക്ലീൻ സ്വൈപ്പാണ് UDF-നെ സംബന്ധിച്ചിടത്തോളം. 1 സീറ്റ് LDF-ന് കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നു. അത് ഇത്തവണ നഷ്ടപ്പെട്ടിരിക്കുന്നു. OR കേളു മന്ത്രി തന്നെ തോൽക്കുന്ന സാഹചര്യമുണ്ടായി. UDF-ന് 2 സീറ്റ് ഉണ്ടായിരുന്നത് 3 സീറ്റാക്കി വർദ്ധിപ്പിച്ചു. 3-ൽ 3 വയനാട്ടിൽ നേടിയെടുക്കുന്നതാണ്. കോഴിക്കോടിനെ നമ്മൾ എടുത്തു പറയണം. കോൺഗ്രസ് വലിയ മുന്നേറ്റം പ്രതീക്ഷിച്ച ജില്ല തന്നെയാണ്. അവിടെ വർഷങ്ങൾക്ക് ശേഷം കോൺഗ്രസിന് ഒരു MLA ഉണ്ടാകുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. LDF-ന്റെ കൂപ്പുകുത്തൽ അത് എത്രത്തോളം ഭീകരമാണ് എന്നതിന്റെ നേർചിത്രം തന്നെയാണ് കോഴിക്കോട് ജില്ല എന്ന് പറയണം. 2021 LDF-ന് 11 സീറ്റുകളാണ് ഉണ്ടായിരുന്നെങ്കിൽ അത് 1 ബേപ്പൂരിൽ മുഹമ്മദ് റിയാസിലേക്ക് മാത്രമായി ചുരുങ്ങുന്നു. മറ്റ് 10 നോക്കൂ, 2-ൽ നിന്ന് 12ലേക്ക് എത്തുന്നു. അതിൽ അരനൂറ്റാണ്ടിന് ശേഷം പിടിച്ച നാദാപുരമുണ്ട്. വർഷങ്ങൾക്ക് ശേഷം പിടിച്ച സൂരജ് എന്ന ചെറുപ്പക്കാരനോട് പിടിച്ച ബാലുശ്ശേരിയുണ്ട്. നാദാപുരത്ത് KM അഭിജിത്ത് ഉണ്ട്. എലത്തൂരിൽ വിദ്യാ ബാലകൃഷ്ണനുണ്ട്. മന്ത്രി AK ശശീന്ദ്രനെ തോൽപ്പിച്ചുകൊണ്ട് അങ്ങനെ 2-ൽ നിന്നും 12ലേക്ക് എത്തുന്നു UDF എന്നത്. കോഴിക്കോടും വലിയ മുന്നേറ്റം. അത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ചെറിയ കാര്യമല്ല. ആദ്യമായി കുറെ വർഷങ്ങൾക്ക് ശേഷം കോൺഗ്രസ് MLA എത്തുന്നു. അതാണ് കോഴിക്കോട് ചിത്രം. മലപ്പുറം പിന്നെ പറയാനില്ല. പ്രതീക്ഷിച്ചതുപോലെ തന്നെ UDF ക്യാമ്പ് പ്രതീക്ഷിച്ച പോലെ തന്നെ ക്ലീൻ സ്വൈപ്പാണ് മലപ്പുറത്ത് എന്നത് കാണാം. LDF-ന് 4 സീറ്റ് ഉണ്ടായിരുന്നത് 0 മാറുന്നു. UDF 12-ൽ നിന്ന് കൃത്യം 16ലേക്ക് എല്ലാ സീറ്റും പിടിച്ചെടുക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു. പാലക്കാട്ടേക്ക് പോയാൽ നമുക്കറിയാവുന്ന പോലെ പാലക്കാട് 10 സീറ്റ് LDF-നുണ്ടായിരുന്നതിൽ നിന്ന് അത് 7ലേക്ക് മാറുന്നു. UDF-ന് 2 എന്നുണ്ടായിരുന്നത് 5 മാറുന്നതാണ് നമ്മൾ കാണുന്നത്. തൃശ്ശൂരിലേക്ക് കൂടി പോകാം. അടുത്തതായി പെട്ടെന്ന് പറഞ്ഞു പോകാം നമുക്ക് കണക്കുകൾ. 2021 12 ഉണ്ടായിരുന്നത് 9 മാറുന്നു. UDF-ന് 1 സീറ്റ് ഉണ്ടായിരുന്നത് 4 സീറ്റായി മാറുന്നതാണ് നമ്മൾ കാണുന്നത്. എറണാകുളത്തേക്കാണ് നമ്മൾ പോകുന്നത്. എറണാകുളത്ത് ഇത് പറഞ്ഞതുപോലെ തന്നെ വലിയ മുന്നേറ്റം കോൺഗ്രസ് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. തൂത്തുവാരി എന്ന് തന്നെ പറയണം. എറണാകുളം LDF-ന്
സാധിക്കുന്നുണ്ട്. 2021 LDF 5 സീറ്റായിരുന്നെങ്കിൽ അത് 0 വട്ടപൂജ്യമായി എറണാകുളത്തെ സാഹചര്യം മാറുന്നു. UDF ഇതാ തൂത്തുവാരിയിരിക്കുന്നു. 9 നിന്ന് 14 എന്നതിലേക്ക് എത്തിച്ചിട്ടുണ്ട്. DCC അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസ് ഉൾപ്പെടെ എല്ലാ മണ്ഡലങ്ങളിലും വിജയിച്ചു കയറാനായി. തൃപ്പൂണിത്തുറയിൽ ദീപക് ജോയി എന്ന പുതുമുഖം ജയിച്ചു കയറുന്നു. അങ്ങനെ എറണാകുളത്ത് ക്ലീൻ സ്വൈപ്പാണ്, തൂത്തുവാരി എന്ന് തന്നെ പറയണം. അടുത്തത് ഇടുക്കിയാണ്. ഇടുക്കിയിലും സമാന സാഹചര്യമാണ്. തൂത്തുവാരിയിരിക്കുന്ന ഇടുക്കി മന്ത്രി റോഷി അഗസ്റ്റിനെയൊക്കെ ഞെട്ടിച്ചുകൊണ്ട് വലിയ മുന്നേറ്റം ഉണ്ടാക്കുന്നു. 4 സീറ്റിൽ നിന്ന് 0 കൂപ്പുകുത്തി 1 നിന്ന് 5 പോയി UDF. LDFന് കനത്ത പരാജയമാണ് ഇടുക്കിയിൽ ഉണ്ടായിരുന്ന കാര്യത്തിൽ തർക്കമില്ല. നമുക്ക് കോട്ടയത്തേക്ക് പോകാം. അവിടെ 2 വാടിക്കരിഞ്ഞു വീണ കോട്ടയമാണ് നമ്മൾ കാണുന്നത്. പാലാ പ്രത്യേകിച്ചും 5 സീറ്റ് ഉണ്ടായിരുന്നു 2021 LDFന്. ഇപ്പോഴത് 0 വട്ടപൂജ്യം. മന്ത്രി VN വാസവൻ ഉൾപ്പെടെ തോറ്റു. UDF 4 നിന്ന് 9 എന്ന നിലയിലേക്ക് കോട്ടയത്ത് വലിയ രീതിയിൽ. അപ്പോൾ മധ്യ കേരളത്തിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ UDFന് സാധിച്ചു. അത് തന്നെയായിരുന്നു ആ ട്രെൻഡ്, അത് തന്നെയാണ് പ്രവചിച്ചതും. കോഴിക്കോടും എറണാകുളവും മധ്യ കേരളത്തിൽ ഉൾപ്പെടെ വലിയ സ്വാധീനം ഉണ്ടാക്കാനായാൽ UDFന് ക്ലീൻ സ്വൈപ്പ് അല്ലെങ്കിൽ വലിയ തരംഗം എന്ന് തന്നെയാണ് പ്രവചിച്ചത്. ആലപ്പുഴയിലേക്ക് പോകാം നമുക്ക്. ആലപ്പുഴയിൽ 2021 8 സീറ്റ് ഉണ്ടായിരുന്നു LDFന്, അത് 3 ചുരുങ്ങുന്നു. അമ്പലപ്പുഴ ഉൾപ്പെടെ നഷ്ടപ്പെട്ടു എന്നാണ്. UDFന് 1 ഉണ്ടായിരുന്നതിൽ നിന്ന് അത് 6 മാറി. പത്തനംതിട്ടയിലേക്ക് പോകാൻ 2021 5 സീറ്റ് ഉണ്ടായിരുന്നെങ്കിൽ അത് 1 ചുരുങ്ങുന്നു. UDFന് 0 അത് 4 മാറ്റിയെന്നതാണ്. മന്ത്രി വീണ ജോർജിന്റെ ആറന്മുളയിൽ ഉൾപ്പെടെ മലർത്തിയടിച്ചുകൊണ്ട് അബിൻ വർക്കി ജയിച്ചു കയറുന്നതാണ് നമ്മൾ കണ്ടത്. അങ്ങനെ അവിടെ 0 നിന്ന് 4 എത്തി. കൊല്ലത്ത് നമുക്കറിയാവുന്ന പോലെ LDFന് 9 സീറ്റായിരുന്നു, അത് 2 പോയി. 7 സീറ്റുകളാണ് നഷ്ടപ്പെട്ടത്. UDF 2 നിന്ന് 8 പോയി. ഒന്നുമില്ലാതിരുന്ന ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ചാത്തന്നൂർ പിടിച്ചെടുത്തു എന്നതാണ് കൊല്ലത്തിന്റെ പ്രത്യേകത. അടുത്തത് നമുക്ക് തിരുവനന്തപുരത്തേക്ക് പോകാം. തലസ്ഥാന ജില്ലയിൽ 2 സീറ്റുകളാണ് ഇന്ത്യയെ പിടിച്ചത്. കഴക്കൂട്ടവും നിയമം നമ്മൾ നേരത്തെ തന്നെ പ്രവചിച്ചിരുന്നെങ്കിൽ കഴക്കൂട്ടം കൂടിയും നേടിയെടുക്കുന്നു. UDF 1 നിന്നും 7 എത്തി. LDFനും ഇതുപോലെ കൂപ്പുകുത്തുകയാണ്. 13 നിന്ന് 5 പോകുന്നതാണ് നമ്മൾ കണ്ടത്. അപ്പോൾ കണക്കുകളൊക്കെ തന്നെ കൃത്യമായിരുന്നു. എക്സിറ്റ് പോളുകൾക്ക് അപ്പുറമുള്ള വലിയ വിജയമാണ് UDF സ്വന്തമാക്കിയത്. ഇനി നമ്മൾ അറിയേണ്ടത് UDFന്റെ മുഖ്യമന്ത്രി ആരാകും. ആ ചർച്ചകൾ തന്നെയാണ് ഏറ്റവും പ്രധാനം. മന്ത്രിസഭാ രൂപീകരണ ചർച്ചകളിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. BDO, KCO, RCO അതാണ് ഇനി അറിയേണ്ടത്. ഇനി വെളുത്ത് കഴിയുമ്പോൾ ഇപ്പോൾ UDF ക്യാമ്പ് എല്ലാം ആഘോഷത്തിലാണ്. നാളെ ചർച്ചകൾ തുടങ്ങുകയായി. മന്ത്രിസഭാ രൂപീകരണത്തിലുള്ള ചർച്ചകൾ നടക്കാൻ പോകുന്നു. ഹൈക്കമാൻഡ് പ്രതിനിധികൾ എത്താൻ പോകുന്നു. ഏതായാലും തിരക്കിട്ട രാഷ്ട്രീയ നീക്കങ്ങൾ ഇനിയും തുടരും. തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നതിന് ശേഷമുള്ള ആകാംക്ഷകൾ കൂടിയുണ്ട്. ഒപ്പം ലീഗിന് ഉപമുഖ്യമന്ത്രി ഉണ്ടാകുമോ? ചോദ്യങ്ങൾക്ക് ഉത്തരമുണ്ടാകും നാളെ കഴിയുമ്പോൾ.